നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഓണത്തിൻ്റെ സദ്യ വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ഇന്നലെ 2-3 ഉണ്ടാക്കി. ഇന്നിപ്പോൾ നമുക്ക് ഒരു നാരങ്ങക്കറി ഉണ്ടാക്കാം, കാളനുണ്ടാക്കാം. അപ്പോൾ നാരങ്ങക്കറി ഉണ്ടാക്കാനായിട്ട് പൊട്ടിക്കാൻ പോട്ടെ കേട്ടോ. ഞാൻ പൊട്ടിക്കട്ടെ. ഇവിടെ അബിയൊക്കെ പൂത്തണ്ട് ജയശ്രീ, നോക്കൂ. റയെ പൂത്തൂട്ട, ഒക്കെ വിരിഞ്ഞു തുടങ്ങി പൂവ് കേട്ടാ. നോക്കൂ, ഇവരുടെ പോളിനേഷനേ നോക്കിയിട്ട് കണ്ട വിടർന്നു തുടങ്ങി. കണ്ട മുട്ടുകളൊക്കെ എന്ത് രസാലയ കാണാനായിട്ട്. ഇവരുടെ പോളിനേഷനേ ജലത്തിൽ കൂടെ എത്ര മഴ പെയ്യില്ലേ, അപ്പം നനച്ചു കൊടുക്കുക, മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം ഇവര് ശരിയാവുന്ന പറയണത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കണ്ടാ. ഇനി നമുക്ക് നാരങ്ങ പൊട്ടിക്കാൻ പോവാട്ടോ. നാരങ്ങ കറി, അതായത് അച്ചാർ കേട്ടോ, ഉണ്ടാക്കാം. വ്യത്യാസമൊക്കെയല്ലോ, കുഴപ്പമില്ല. ഇതായിട്ടുണ്ടാവൂല്ലേ? അത് ഇതോ ഇതിന് ഇവിടെ കണ്ട, പക്ഷെ അത് കളർ മാറി തുടങ്ങിയല്ലോ. സൂര്യലൈറ്റ് ഇതിനുണ്ട്. കണ്ട പൊട്ടിക്കിട്ടത് നമ്മളിവിടെ നിന്നാണ് പൊട്ടി. വിട്ടു അപ്പം നല്ല മൂത്തു. അതന്നെ പുളിറുമ്പ് കയറിങ്ങോണ്ടല്ലോ. അതിന് പൊട്ടിക്കല്ലേ ചെറുത്. നമുക്ക് തുടങ്ങാം കേട്ടോ. ആദ്യം കാളൻ ശരിയാക്കാം കേട്ടോ. ഒരു നേന്ത്രക്കായും ചേനയും, ഇത് രണ്ടുമാണ് കാളൻ വയ്ക്കാൻ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുക. കാളൻ, കുറുക്ക് കാളൻ എന്നൊക്കെ പറയില്ലേ, സദ്യക്ക് ഉണ്ടാക്കുന്ന കാളനാണ് ഇത്. എത്ര ദിവസം ഇരുന്നാലും കേടാവില്ല. പണ്ടൊക്കെ ഫ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും കുറുക്ക് കാളൻ ഉണ്ടാക്കി വെച്ചാൽ ഉത്രാടത്തിനാൾ കാളൻ തയ്യാറാക്കും. ഉത്രാടത്തിനാൾ തിരുവോണത്തിനാൾ വിളമ്പും. തിരുവോണം 2 ഓണം 3 ഓണം 4 ഓണം കഴിഞ്ഞ് പിന്നെ 5 ഓണം വരെ ഉണ്ടാവും. അവസാനം കലച്ചട്ടിൽ തുടക്കലുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്നറിയോ, ഒട്ടും കേടാവേ ഇല്ല. അങ്ങനത്തെ ബെസ്റ്റ് കറിയാണ് കാളൻ. എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ അതിനുപയോഗിക്കുന്ന 2 കറി ഇത്ര മാത്രമുള്ള ഒരു കഷ്ണം ചേനയും ഒരു കായും ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നല്ല മോര് വേണം. പുളിച്ച മോരാണ് നല്ലത്. പുളിയുള്ള മോര എനിക്കിഷ്ടം കേട്ടോ. കായയുടെ തൊണ്ട് കളയണം. നല്ല വലിപ്പമുള്ള കായ കേട്ടോ, നേന്ത്രക്കായ. കായതുപോലെ തൊണ്ട് കളഞ്ഞിട്ട് 2 പൊളിക്കുക. നല്ല വലിപ്പമുള്ള കായ ആയിക്കോട്ടെ, വലിപ്പമുള്ള കഷ്ണമൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. അതിങ്ങനെ പൊളിക്കുക. വലിയ ശർക്കരപ്പേരിക്ക് ആക്കണ പോലെ തന്നെ വലിയ കഷ്ണങ്ങളാക്കി ഇടുക. 2 കഷ്ണം ഒരു കണ്ടോ, ഇതേപോലെ. ഇഷ്ടം പോലെ കഷ്ണമായിട്ടോ ഒരു കായ നോക്കിയപ്പോൾ തന്നെ. ഈ കായ മാത്രം ഉണ്ടായാലും കാളനൊക്കെ വെക്കാം കേട്ടോ. എങ്കിലും ഓണത്തിൻ്റെ കാളെന്ന് പറഞ്ഞാൽ കായും ചേനയും കൂടിയാണ്. പുത്തൻ ചേന, അതായത് ഇപ്പോൾ പറിച്ച ചേനയാണ്, വേഗം വേവണതാണ്. അത് നമുക്ക് എടുക്കാം. എന്നിട്ട് വേവണ ചേനയാട്ടോ അത്. കാരണം എന്താ പറയുക, ഇത് ഉണങ്ങിയിട്ടൊന്നുമില്ല. ഉണങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം പറിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ഉണങ്ങുമ്പോൾ പിന്നെ വേവാൻ താമസമാണ്. ഇത് പറിച്ചിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്നൊന്നും സംഭവിച്ചു. ഓണത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ പറിക്കേണ്ടതാണേ. ഇപ്പോൾ കൊടുത്താൽ നല്ല കാശ് കിട്ടും. കടയിലൊക്കെ ഓണം സ്പെഷ്യൽ വേണമല്ലോ, അപ്പോൾ കാശും കിട്ടും നന്നായിട്ട്. നല്ല ചേന എങ്ങനെ നമ്മൾ സാധാരണ കഷ്ണം ഇതങ്ങനെ പിക്ക് ചെയ്തിടും. കണ്ടോ, പിക്കിട്ടുള്ളൂ. അങ്ങനെ വലിയ കഷ്ണമായാലും കുഴപ്പമില്ല. ഉണ്ടോ, പ്രത്യേക ഭംഗിയൊന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇങ്ങനെയാണ് ഇടുള്ളൂ. ചേന നുറുക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ പച്ച ചേനയാകുമ്പോൾ കൈയൊക്കെ ചൊറിയൂട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഒന്നും വെള്ളമായാലും കുഴപ്പമില്ല, ഇവിടെയൊക്കെ അതിൻ്റെ നീരായാലും ചൊറിയൂട്ടോ.
അപ്പോൾ ഇത് ആക്കല്ലേ, കഴുകുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒരു ചെറിയ അരിപ്പണ്ടൊക്കെ ആക്കാൻ നല്ലത്, കൈ ചൊറിയാണ്ടിരിക്കാൻ. കുട്ടികളാരും നുറുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ നമുക്ക് ഓക്കെ ചെയ്യല്ലേ, ഇത് തുടങ്ങാം കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ഇത് കഴുകിയിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഞങ്ങൾ ഇത് വെക്കുന്നത് കൽച്ചട്ടിയിലാണ്. കൽച്ചട്ടിയല്ല, കലച്ചട്ടി. അത് മണ്ണാണ് കേട്ടോ, കല്ലല്ല മണ്ണ്. കൽച്ചട്ടി വേറെയുണ്ട്. കൽച്ചട്ടിയുടെ കല്ലിൻ്റെ ചട്ടിയുടെ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മൺപാത്രമാണ് കേട്ടോ. ഇത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇതിലേക്ക് ഇടാം. കൈ കൊണ്ടിട്ടാൽ ചൊറിയൊന്ന് പേടിയുള്ളവർക്കാണെങ്കിൽ ഇതേപോലത്തെ ഒരു പാത്രം കൊണ്ട് ഇതിനെ എടുത്തിടാം. വെന്ത് കഴിഞ്ഞാൽ പിന്നെ ചൊറിയില്ല, തിളച്ച് കഴിഞ്ഞാൽ ചൊറിയില്ല. ഇത്ര കഷ്ണമുണ്ട്. മഞ്ഞൾപ്പൊടി ഇടാം. നന്നായിട്ട് മഞ്ഞൾ വേണം, ഒരു നിറം വേണം. കാളിന് പ്രത്യേക കളറാണ്. മഞ്ഞൾപ്പൊടി ഇട്ടു. ഈ മുളക് പൊടിയല്ല ഇടുന്നത്, കുരുമുളക് പൊടി ആയിട്ട് ഇടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഇന്നലെ ഉലുവ വറുത്ത പോലെ ഇന്ന് ഇത്തിരി കുരുമുളക് പൊടിച്ചെടുക്കാം. കുരുമുളക് നമുക്ക് പൊടിച്ച് വെച്ചാൽ പല ആവശ്യങ്ങൾക്കായിട്ട് എടുക്കാമല്ലോ. കുരുമുളക് പൊടി റെഡിയായി. കുറച്ച് പൊടി ഇതിലിടാം കേട്ടോ. വേറെ മുളക് പൊടി ഇടുന്നില്ല, കുരുമുളക് പൊടിയാണ് ഇതിലിടുന്നത്. ഉപ്പിടാം. ഉപ്പിട്ടു. വെള്ളമൊഴിക്കാം. മേലെ വെള്ളമൊഴിക്കാം കേട്ടോ. വെള്ളമൊഴിച്ചു അടുപ്പത്ത് വയ്ക്കാം. നന്നായിട്ട് തിളച്ച് വേവട്ടെ. ഈ വെള്ളമൊക്കെ വറ്റുമ്പോഴേക്കും ഇത് വെന്തണ്ടായിരിക്കും. ഈ കുരുമുളക് പൊടി നമുക്കൊരു ചെപ്പിലാക്കി വെച്ചാൽ ഇതുപോലെ കുരുമുളക് പൊടിയുടെ കാളൻ ഉണ്ടാക്കാനായാലും അതുപോലെ കുരുമുളക് പൊടി കൊണ്ട് ആവശ്യമുള്ള രസം ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, ഉപയോഗിക്കാം. എടുക്കാം കേട്ടോ. അടച്ച് വയ്ക്കാം. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഫസ്റ്റായിട്ട് വെന്തുണ്ട് കേട്ടോ. ഇതാ വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് മോരൊഴിക്കാം കേട്ടോ. കംപ്ലീറ്റ് വെള്ളം വറ്റിയപ്പോൾ മോരൊഴിക്കണം. നല്ല പുളിയുള്ള മോര് ഒരു നാഴി ഒഴിച്ചു, ഒരു അര നാഴി കൊണ്ട് ഒഴിച്ചു. എന്താ ഇനി ഇതൊന്ന് തിളച്ച് വറ്റട്ടെ. ഫുള്ള് വറ്റിക്കുകയാണ് കേട്ടോ, വറ്റിക്കുകയാണ്. വറ്റട്ടെ, തിളച്ച് വറ്റട്ടെ. ഇനി അതിലേക്കുള്ള നാളികേരം അരയ്ക്കാം നമുക്ക്. കുറച്ച് കറിവേപ്പില അതിൽ ഇടാം കേട്ടോ, കെട്ടിയിടാം. അല്ലെങ്കിൽ തുമ്പ് ഒരു 5-6 ഇതളൊക്കെ ഒരുമിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പച്ചമുളക്, 2-3 പച്ചമുളകും 2 ടീസ്പൂൺ ജീരകവും നാളികേരത്തിൽ ചേർത്ത് അരയ്ക്കാം കേട്ടോ. ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് വേണം അരയ്ക്കാനായിട്ട്. അപ്പം എങ്ങനെയാണ് മിക്സിയിൽ വെള്ളമില്ലാണ്ട് അരയ്ക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചെറിയ മിക്സിയിൽ മാക്സിമം ഇട്ടുണ്ട് കേട്ടോ, നിറയെ ഇട്ടുണ്ട്. ഇത്ര മതിയാവും. നമ്മളിതിനെ ഇങ്ങനെ വെച്ചിട്ടേ ബാക്കിലേക്ക് അടിക്കുക, ക്രഷ് ചെയ്യുക. മെല്ലെ മെല്ലെ, ഫുൾ ടൈം അല്ല, കുറച്ചടിക്കുക, വിടുക, അടിക്കുക, വിടുക, നോക്കാം. അത് ഒതുങ്ങിയിട്ടോ. നമ്മൾ നാളികേരക്കൊത്തൊക്കെ ഇതുപോലെ ക്രഷ് ചെയ്യില്ലേ, അതേപോലെ തന്നെ വീണ്ടും 1 2 3 4 ഓഫാക്കുക, 1 2 3 4 ഓഫാക്കുക. അങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലോണം ഒതുങ്ങി കിട്ടും. ബെസ്റ്റായിട്ട് ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി വെള്ളം തെളിച്ചിട്ട്, തളിക്കാനേ പാടുള്ളൂ, ഒഴിക്കണ്ട. അരയ്ക്കുക. പിന്നെ റൈറ്റിലേക്ക് തിരിച്ചിട്ട് അരയ്ക്കുക. അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, വറ്റണം. ഫുള്ള് വറ്റിയതിന് ശേഷമാണ് നാളികേരം ചേർക്കാൻ പാടുള്ളൂ. കേട്ടാ നോക്കൂ, വെള്ളം ഒഴിക്കാണ്ട് വെള്ളം ഒഴിക്കുന്നത്
എന്താ കുറച്ച് നേരം പിടിക്കൂട്ടാ വെള്ളം വറ്റാനായിട്ട്. വെള്ളമല്ലാതെ മോരാണ്, കംപ്ലീറ്റ് വറ്റട്ടെ. കാളൻ വെച്ചാൽ കുറുക്ക് കാളൻ എന്ന് പറയാം, കുറുക്കാന്ന് പറയാ. കുറുക്കിയിട്ടാണ് ഉണ്ടാക്കണത്. കാളനാണ് കുറുക്ക് കാളൻ. വെള്ളമൊക്കെ വറ്റിയിട്ടോ, അതാ നന്നായിട്ട് വെള്ളം വറ്റി. നമുക്കതിലേക്ക് നാളികേരം ചേർക്കാം കേട്ടോ. ഒട്ടും നാളികേരത്തിൽ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തതാണ് കേട്ടോ ഞാൻ. അതിനിടയ്ക്ക് കുറച്ച് മറ്റേ പൊടി ഇടണം കേട്ടോ, ലേശരെ ഉലുവപ്പൊടി എടുത്തോളാം. ഇപ്പോൾ ഞാൻ ചെറിയ പൊടിച്ച് വെച്ചിട്ടുണ്ട്. വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ പൊടിയാണ്, അതൊരു ടീസ്പൂൺ ഇടാം. ഉലുവപ്പൊടി ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് കാളനിലും ചേർക്കണം, പുളിഞ്ചിയിലും ചേർക്കണം. അച്ചാറുണ്ടാക്കാൻ ഉപയോഗിക്കാം. ഇനി ഈ നാളികേരം അരച്ചത് ഫുള്ള് ഇതിൽക്കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉലുവപ്പൊടി, നാളികേരം അതെല്ലാം ഈ കറിയിൽ ചേരട്ടെ. ഒട്ടും വെള്ളമില്ല കേട്ടോ, കറിയിലത്തെ വെള്ളം വറ്റി. നാളികേരത്തിലും വെള്ളമില്ല. നന്നായിട്ട് ഇളക്കാം. ചെറിയ പേസ്റ്റ് പോലെ ഉണ്ടല്ലേ, പക്ഷെ ഇത് നാളെ കുറേ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് കട്ടയാവും. ഇനി അതിൽ വറുത്തിടാനായിട്ട് പാത്രം വെച്ചു. കണ്ടോ, തീരെ വെള്ളമില്ല കേട്ടോ. ഇതാണ് കുറുക്ക് കാളൻ. ചൂടായി, വെളിച്ചെണ്ണ ഒഴിക്കാം. നന്നായിട്ട് വെളിച്ചെണ്ണ വേണം കേട്ടോ. കാളനിലൊക്കെ വെളിച്ചെണ്ണയും കടുകും ഒക്കെ നല്ലോണം വേണം. കടുക് 2 ടീസ്പൂൺ ഇടാം. വെളിച്ചെണ്ണ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ലതാണ്. പൊട്ടണത് പുറത്തേക്ക് പോകാണ്ടിരിക്കാനായിട്ട് അടച്ചു വെച്ചേക്കണത്. ഏകദേശം പൊട്ടിക്കഴിഞ്ഞു. ഉലുവിടാം. ഉലുവിട്ടു. ഇനി വറ്റൽമുളക് ഒരു 3-4 എണ്ണം പൊട്ടിച്ചിടാം. പൊട്ടിച്ചുവിടാം, പൊട്ടിക്കാണ്ടും ഇടാം കേട്ടോ. സദ്യക്കൊക്കെ പൊട്ടിക്കാണ്ട് ഇടുക. കറിവേപ്പില ഊരിയിട്ടു, ഒഴിക്കാതിരിക്കും. നല്ല വാസന വന്നു. ഒഴിച്ചു കേട്ടോ. സൂപ്പർ. ഉണ്ടോ? മതി, ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. പാത്രപാകം അവിടെ ഇരിക്കട്ടെ. എല്ലായിടത്തേക്കും ഇതിൻ്റെ മണമൊക്കെ ചെല്ലട്ടെ. ഇപ്പം നോക്കൂ, കുറേ നേരം അടഞ്ഞിരുന്നു. അതിൻ്റെ ഉള്ളിൽ വാസനയൊക്കെ നിറഞ്ഞു. വേണം, അതാണ് നല്ലത്. നാളെ നമ്മൾക്കിത് കട്ടയുണ്ടാവും. നമുക്ക് നാരങ്ങ മുറുക്കാം കേട്ടോ. നല്ല ബെസ്റ്റ് നാരങ്ങയാണ്. നല്ലോണം മൂത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഞാൻ. ഇതൊട്ടും കയ്പില്ലാത്ത തൊലിയാണ് കേട്ടോ. മുറിക്കാം. ഓ, നല്ല വാസന മുറിക്കുമ്പോൾ കേട്ടോ. നോക്കൂ, നല്ലോണം മൂത്തതാട്ടോ. കുരുവൊക്കെ കണ്ടോ? ബെസ്റ്റ് വാസന കേട്ടോ. നല്ലോണം മൂത്ത കുരുവാണ് കേട്ടോ. കണ്ടോ, ബെസ്റ്റായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ വളപ്പിലേക്ക് ഇട്ടാൽ മതി. അവിടെ മുളച്ച് തൈക്കളുണ്ടായിക്കോളും. ഇതൊക്കെ അങ്ങനെ ഉണ്ടായ തൈ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ മുഴുവനും 300 കേട്ടോ. കുറേ പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ടത് ഇതിലിടാം. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും ചേർത്തു. ഇനി ഉപ്പിടാം. കല്ലുപ്പ് ഇതാ ആവശ്യത്തിനിട്ടുണ്ട്. ഇനി ബെസ്റ്റായിട്ടൊന്ന് ഇളക്കുക. ഇങ്ങനെയാണ് ഞാൻ നാരങ്ങ അച്ചാറുണ്ടാക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച്. ഇനി മുളക് പൊടി ഇടാം. ഒന്ന് ഇത് നല്ല നിറമുള്ള പൊടിയില്ലേ, അതായത് കാശ്മീരി ചില്ലി ഒരു 3 സ്പൂൺ ഇട്ടു കേട്ടോ.
മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും. ഇത് ഉലുവയും കായവും കൂടി വറുത്ത് പൊടിച്ച് വെച്ചേക്കണത് അച്ചാറുണ്ടാക്കാനുള്ളത്. ഉലുവ കായം ഒരുമിച്ച് വറുത്ത് പൊടിച്ച് വെച്ചതാണ്. ഒരു 1.5 ടീസ്പൂൺ ഇട്ടു കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പിലിടുക. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ചും കൂടി മുളക് പൊടി ഇടാം, നിറം കുറവ് പോലെ അല്ലേ. മുളക് പൊടി ഇത്തിരി കൂടി ഇട്ടു. വെളിച്ചെണ്ണ നേരത്തെ ഒഴിച്ചു കുറച്ചിട്ടാൽ ഇനി കുറച്ചും കൂടി ഒഴിക്കാൻ തോന്നണം എനിക്ക്. വേറെ ഒന്നുമില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉലുവയും കായം വറുത്ത് പൊടിച്ചത്, വെളിച്ചെണ്ണ. നേരത്തെ ഞാൻ 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ വീഡിയോയിൽ പെട്ടില്ല എന്ന് തോന്നുന്നു, കട്ട് ചെയ്ത് പോയി. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ തന്നെ അടച്ച് വയ്ക്കുക. നാളെ ആകുമ്പോഴേക്കും ഇതിൽ നിറയെ വെള്ളം വരും. ഇപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇനി ഇത്തിരി വെള്ളക്കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതായത് പൊടി ഇടാണ്ട്, മുളക് പൊടി ഇടാണ്ട്, വെറുതെ പച്ചമുളക് മാത്രം ഇട്ട് വെച്ചതാണ് കുറച്ച്. അപ്പോൾ ഇത് കൺക്ലൂഷൻ കൂടി പറയാനായിട്ട് ഞാനിവിടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 എണ്ണം ഉണ്ടാക്കി. നമ്മുടെ ഇവിടുന്ന് പൊട്ടിച്ച വടുകപ്പുളി നാരങ്ങ കൊണ്ട് നല്ലൊരു അച്ചാറുണ്ടാക്കി, പിന്നെ കാളനുണ്ടാക്കി. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കണില്ലേ? ഉണ്ടാക്കണം കേട്ടോ. ഓക്കെ.